എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് കേട്ടോ. കാരണം എൻ്റെ പ്രാക്ടീസസ് പൊതുവേ ഞാൻ ഫോളോ ചെയ്യുന്നത് ഇന്ന് ഒരുപാട് ബുക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസസാണ് ഞാൻ കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ആപ്റ്റ് എന്ന് തോന്നുന്ന പ്രാക്ടീസസാണ് ഞാൻ തിരഞ്ഞെടുത്ത് അത് ഓരോ കാര്യങ്ങൾക്കായിട്ട് ഞാൻ ഏതാണോ ആപ്റ്റ് ആകുന്നത് ആ രീതിയിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട് കേട്ടോ. അപ്പോൾ ആ ബുക്കിൽ പറഞ്ഞ് എനിക്ക് കുറച്ച് റൈറ്റിംഗ് പ്രാക്ടീസസിൽ എനിക്ക് കുറച്ച് ആപ്റ്റാണെന്ന് തോന്നിയൊരു പ്രാക്ടീസാണ് കേട്ടോ. കാരണം അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഞാൻ സെലക്ട് ചെയ്തത് ലോങ് ടേം ഗോളിന് വേണ്ടിയിട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു സ്വപ്നം, അത് നിങ്ങൾക്കൊരു ജോലിയാകാം, എപ്പോഴും പറയും പോലെ ഒരു ഡ്രീം ഹോം എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാകാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഞാനൊന്ന് സ്റ്റേബിൾ ആകണം എന്നുള്ളൊരു ചിന്തയാകാം, ഹെൽത്ത് വൈസ് ആകാം, എന്തുമാകാം കേട്ടോ. നമ്മുടെ ഒരു ലോങ് ടേം ഗോളിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു പ്രാക്ടീസ് ഇത് തന്നെയാണ്. കാരണം നമ്മളെപ്പോഴും ഇപ്പോൾ എന്നോടൊക്കെ എൻ്റെ ഒരു ലോങ് ടേം ഗോളിനെ കുറിച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ആഗ്രഹം എനിക്ക് പറയാനറിയാം. പക്ഷേ എനിക്ക് ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് ജൂലൈ 2026 ഞാൻ എൻ്റെ ഈ ഒരു ആഗ്രഹം നേടിയെടുത്തിരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി പറയാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാക്ടീസ് ഞാൻ ആ ബുക്കിൽ വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതായിരുന്നു. കാരണം ലോങ് ടേം ഗോൾസ് എനിക്ക് നടക്കുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ടാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നുകൂടെ ഞാൻ മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാക്ടീസാണ് കേട്ടോ ഇത്. കാരണം നമ്മളെപ്പോഴും എല്ലാ പ്രാക്ടീസ് തുടങ്ങുമ്പോഴും നിങ്ങളുടെ ഒരു ആഗ്രഹത്തിനെ പറ്റി നിങ്ങൾ വ്യക്തമായി നിങ്ങൾ എഴുതുക, അല്ലെങ്കിൽ വ്യക്തമായി ഓർത്തെടുക്കുക എന്ന് പറയുന്ന സമയത്ത് ആ ഒരു വ്യക്തത ഇല്ലെങ്കിൽ നമ്മൾ അത് ചെയ്തിട്ടും കാര്യമില്ല അതിനെക്കുറിച്ച്. അപ്പോൾ പ്രാക്ടീസ് എന്താണെന്ന് ഞാൻ പറയാം. ഇതിനെ ആ ബുക്കിൽ പറയുന്നത് ഡെഫിനിറ്റ് ഡിസയർ എന്നാണ് കേട്ടോ. കാരണം നമ്മൾ എഴുതുന്ന സമയത്ത് തന്നെ വളരെ വ്യക്തമായും വളരെ കൃത്യതയോടുകൂടിയും ഡേറ്റ് വൈസ് ആയിക്കോട്ടെ മന്ത് വൈസ് ആയിക്കോട്ടെ വളരെ നീറ്റായിട്ട് നമ്മൾ ആഗ്രഹത്തെ ഒരു 3 to 4 സെൻറ്റൻസിൽ നമ്മൾ എഴുതാൻ പോവുകയാണ് കേട്ടോ. ഒരിക്കലാണ് നമ്മളിത് എഴുതുന്നത്, പക്ഷെ നമ്മൾ ഒരു ദിവസം 2 വട്ടം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിനെ വായിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ഒരു നോട്ട്ബുക്കോ പേപ്പറാണെങ്കിൽ മിസ്സാവാതെ സൂക്ഷിക്കുക. നമുക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യേണ്ടതാണ്. ബുക്കാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾ ജേണൽ എഴുതുന്ന ബുക്കായാലും ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു ബുക്ക് എടുത്തതിന് ശേഷം നിങ്ങൾ എഴുതേണ്ടത്, ഒരിക്കലും എനിക്ക് ഈ ജോലി വേണം എന്നോ ഇത്ര രൂപ വേണമെന്നോ അല്ലെങ്കിൽ ഇന്ന എൻ്റെ ഒരു ആഗ്രഹം വേണം എന്നുള്ള രീതിയിൽ എഴുതരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഡിസയർ വളരെ നമ്മുടെ ആഗ്രഹം വളരെ വ്യക്തമായി നമ്മൾ എഴുതിയിരിക്കണം. അതിന് നിങ്ങൾ എഴുതേണ്ടത്, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് പ്രതിമാസം ഇത്ര രൂപ ഈ ഒരു ഇൻകം സോഴ്സ് വഴി ഞാൻ നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് എഴുതുക കേട്ടോ. ആദ്യം നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ പ്രകടിപ്പിക്കുക. അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഒരു ഫീൽഡിൽ ഈ ഒരു ജോലി നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഫസ്റ്റ് എഴുതുക. ആ ഒരു ഫീൽഡ് എഴുതുക. അതിലേത് ടൈപ്പ് ഓഫ് നിങ്ങൾക്ക് ഏത് ഡെസിഗ്നേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായി എഴുതുക. അതുപോലെ ഡ്രീം ഹോം ആണെങ്കിലും എനിക്ക് ഈ ഒരു സ്ഥലത്ത് ഇത്ര സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട് നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ആദ്യം ആ ഒരു ആഗ്രഹത്തെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് എഴുതുക. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. കാരണം അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം ഇന്നതാണ് എന്ന് നമ്മൾ കറക്റ്റായിട്ട് എഴുതുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മളൊരു നിർദ്ദേശം കൊടുക്കും പോലെയാണ് കേട്ടോ. ഞാനിത് ആഗ്രഹിച്ചു കഴിഞ്ഞു, ഇനി എൻ്റെ പ്രയത്നം എന്ന് പറയുന്നത് അത് നേടിയെടുക്കാനാണ് എന്നുള്ളൊരു നിർദ്ദേശമാണ് കേട്ടോ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുന്നത്. 2, നിങ്ങൾ അതിൻ്റെ തൊട്ട് താഴെ എഴുതേണ്ടത്, നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ആ ഒരു ഡ്രീം നടത്തിയെടുക്കണമെങ്കിൽ, നിങ്ങളുടെ ഒരു ആഗ്രഹം നടത്തിയെടുക്കണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് എഫേർട്ടാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് ഒരു പോയിൻ്റ് വൈസ് നിങ്ങൾ എഴുതുക കേട്ടോ. ജോബ് ആണെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്ന മിസ്റ്റേക്സ് അത് തിരുത്തണമെന്നുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങളെ തേടിയെത്തേണ്ടത്, ഇതുപോലുള്ള കാര്യങ്ങൾ. ഡ്രീം ഹോം ആണെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾക്കിപ്പോൾ അതിന് സാധ്യമല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഒരു മണി സേവ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ ഘട്ടം ഘട്ടമായിട്ടാണ് ആ ഒരു ഹോം നമുക്ക് പണി തീർത്തെടുക്കാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ള രീതി. ഇങ്ങനെ നമ്മുടെ ആ ഒരു ആഗ്രഹത്തെ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പടിപടിയായിട്ടുള്ളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ കൊണ്ടുവരാമെന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നും ആലോചിച്ച്
വിശ്വസിച്ച് എഴുതുക. അപ്പോഴും നിങ്ങൾ ഒരിക്കലും മനസ്സിൽ വിചാരിക്കരുത് ഇതൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു ചിന്തയുണ്ടാകരുത്. നേടിയെടുക്കേണ്ട കാര്യങ്ങളാണെന്ന് ഉറച്ചു വിശ്വസിച്ച് ആ പോയിൻ്റ് വൈസ് എങ്ങനെയാണോ നിങ്ങൾക്കതൊക്കെ അതിനുള്ള ഒരു സാഹചര്യം ഒത്തുവരേണ്ടത് അതൊക്കെ എഴുതുക കേട്ടോ. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എഴുതേണ്ടത്. ആഗ്രഹം ആദ്യം പ്രകടിപ്പിക്കുക. സെക്കൻഡ്, അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുക്കേണ്ട എഫേർട്ട് എന്താണോ അല്ലെങ്കിൽ ആക്ഷൻസ് എന്താണോ അത് വ്യക്തമായി എഴുതുക. ശേഷം നിങ്ങൾ എഴുതേണ്ടത് ഞാൻ എൻ്റെ ഈ ഒരു ആഗ്രഹം, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, ജൂലൈ 2026 എന്ന വർഷത്തിൽ നേടിയിരിക്കും എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ ആ ഒരു ഡേറ്റ് നമ്മൾ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മന്ത് ആ ഒരു ഇയറൊക്കെ എഴുതുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഇത് എഴുതിയെന്ന് പറഞ്ഞ് എനിക്ക് അന്ന് സാധിക്കാൻ ഒരു കാരണവശാലും എനിക്ക് പറ്റില്ല എന്ന് വിശ്വസിച്ച് എഴുതരുത്. കോൺഫിഡൻ്റായിട്ട് നമ്മൾ എഴുതുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഒരു ആഗ്രഹം ഇത്രാമത്തെ വർഷം ഈ മാസം ഞാൻ നേടിയെടുത്തിരിക്കും എന്ന് തന്നെ എഴുതുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യം ആഗ്രഹം പ്രകടിപ്പിക്കണം. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ പോസിബിൾ എഫേർട്സാണ് നമ്മൾ ഇടേണ്ടതെന്ന് നമ്മൾ തന്നെ ലിസ്റ്റ് ചെയ്യാം. മൂന്നാമത് നമ്മൾ എഴുതേണ്ടത് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു മന്തും ഒരു ഇയറും സ്പെസിഫൈ ചെയ്ത് ഞാൻ നേടിയിരിക്കും എന്ന് പറഞ്ഞ് അതിനെ എഴുതി അവസാനിപ്പിക്കുക. ശേഷം നിങ്ങൾ ഈ എഴുതിയതിനെ മോർണിംഗും നൈറ്റും ഡെയിലി നിങ്ങൾ വായിക്കുക. നിങ്ങളുടെ ലോങ് ടേം ഗോൾസ് നിങ്ങൾ നിറവേറുന്നത് വരയ്ക്കും നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഡേയ്സിലും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി വായിക്കുക കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പ്രാക്ടീസ് തന്നെയായിരുന്നു. ഒപ്പം നമ്മുടെ മനസ്സിൽ നമ്മുടെ ആ ഒരു ലോങ് ടേം ഗോൾസ് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒപ്പം നമ്മളതിൽ എഴുതിയ ഒരു കാര്യമുണ്ട്, ഏതൊക്കെ പോസിബിൾ എഫേർട്സ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇടാൻ സാധിക്കും എന്നുള്ള കാര്യം. അതും നിരന്തരമായി വായിക്കുന്നത് വഴി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളറിയാതെ അതിനുവേണ്ടി പ്രവർത്തിച്ചു തുടങ്ങും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലോങ് ടേം ഗോൾസിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രാക്ടീസ് തന്നെയായിരിക്കും. ഇത് ഞാൻ പറയുന്ന പ്രാക്ടീസ് അല്ല, ബുക്കിൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ലോങ് ടേം ഗോൾസിന് വേണ്ടി നിങ്ങൾ 2026 വരെ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ എഫേർട്ട് എടുത്ത് തുടങ്ങുക കേട്ടോ. ഒപ്പം എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.